ദേവീ മാഹാത്മ്യം കിളിപ്പാട്ട് 9-ാം അധ്യായം. രക്തബീജാസുരനിഗ്രഹം കേട്ടൊരു ഭക്തനാം ഭൂപതി വീരൻ സുരധനും എത്രയും ചിത്രമാഖ്യാനമിതം മമ രക്തബീജൻ തൻ വധമരുൾ ചെയ്തതും. ദേവീ മാഹാത്മ്യചരിതമിന്നും പുനരാവോളവും കേൾപ്പാനാഗ്രഹമുണ്ടുമേ. രക്തബീജൻ മരിച്ചോരു ശേഷം തത്ര ശക്തനാം സുംഭനന്തൊന്നാശു ചെയ്തതും. ഇത്തം നരപതി ചോദിച്ചതു നേരമുത്തരമായരുൾ ചെയ്തു മുനീന്ദ്രനും. രക്തബീജൻ മരിച്ചാനെന്നു കേട്ടതി ക്രുദ്ധരായോരു നിസുംഭനും സുംഭനും യുദ്ധത്തിനായി പുറപ്പെട്ടാർ പെരുമ്പട 10 ലക്ഷത്തിലുമേറ്റമുണ്ടന്നേരം. ശംഖ മൃദംഗ പടഹാദിവാദ്യവും സംഖ്യയില്ലാതോളമുള്ള ദൈത്യന്മാരും സേനാപതിവരന്മാരും ചതുരംഗസേനയുമായി വന്നു പോർ തുടങ്ങിയിടിനാർ. സുംഭനിസുംഭന്മാരംബിക തന്നോടു വൻപോടു 100 സംവത്സരം പോർ ചെയ്താർ. സുംഭ നിസുംഭന്മാരെയ്തിടും അമ്പുകൾ അമ്പുകളാലെ മുറിച്ചിടും അമ്പയും. ദുർഗാഭഗവതിയോടു നിസുംഭനും ഖഡ്ഗചർമ്മങ്ങൾ കൈക്കൊണ്ടടുത്തിടിനാൻ. ദുഷ്ടൻ നിസുംഭൻ മൃഗാധിപമൂർധനി വെട്ടിനാനപ്പോൾ ക്ഷിപ്രേണ ദേവിയും. വെട്ടിയ ഖഡ്ഗവും ചർമ്മവും വേഗേന വെട്ടിമുറിച്ചാനുടനെ നിസുംഭനും. ശക്തിയെടുത്തു ചാടിച്ചാനതിനെയും ചക്രേണ 2ആയി മുറിച്ചു വീഴ്ത്തിയിടിനാൾ. പെട്ടെന്നു ശൂലവുമായടുത്താനവൻ മുഷ്ടിപാതേന നുറുക്കിനാൾ ശൂലവും. ക്ഷിപ്രം ഗദകൊണ്ടു താടിച്ചിതമ്പയും അപ്പോൾ തൃശൂലേന ഭസ്മമാക്കിയിടിനാൾ. കോപാൽ പരശു കൈക്കൊണ്ടടുത്താനവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു ദേവിയും. ശസ്ത്രജാലം വരിഷിച്ചാളതുകൊണ്ടു സത്വരം ഭൂമിയിൽ വീണു നിസുംഭനും. തമ്പി പതിച്ചതു കണ്ടൊരു സുംഭനും വമ്പോടു തേരതിലേറി വന്നിടിനാൻ. 8 കരങ്ങളിലായുധജാലവും രുഷ്ടനായി കൈക്കൊണ്ടടുക്കുന്നതോ നേരം. ശംഖമെടുത്തു വിളിച്ചിതു ദേവിയും ശംഖാരഹിതം ചെറുഞാണൊലികളും. ഖണ്ഡാനിനാദേന സിംഹനാദങ്ങളെക്കൊണ്ടു മുഴങ്ങുന്നു ദിക്കുകളൊക്കവേ. ഭീതിയാം കാളീനിനാദങ്ങളും ശിവദൂതിയുടെ സിംഹനാദങ്ങളെക്കൊണ്ടും. ദാനവസേനയും വീണു മരിക്കുന്നു. മാനിയാം സുംഭനും കോപം മുഴുക്കുന്നു. ദുഷ്ടസുംഭാസുരൻ തൽക്ഷണേ സന്നിധൗ തിഷ്ഠതിഷ്ഠേതി പറഞ്ഞെടുത്തിടുന്നു. ദേവിയോടപ്പോൾ അമരസമൂഹവും ദേവിയെ വാഴ്ത്തി സ്തുതിച്ചു നിന്നിടുന്നു. ശക്തിയെടുത്തു ചാട്ടിയിടിനാൻ സുംഭനു മൂക്കോടു ദേവി അതിനെ നുറുക്കിനാൾ. സുംഭനുടെ സിംഹനാദേന ലോകങ്ങൾക്കമ്പമായി വന്നു ഭയപ്പെട്ടിദേവരും. സുംഭൻ പ്രയോഗിച്ച ബാണങ്ങളെ ദേവി അൻപോടു ഭൂമൗ മുറിച്ചു വീഴ്ത്തിയിടിനാൾ. സുംഭനും ദേവീ വിമുക്ത ശരങ്ങളെ വൻപോടു ഭൂമൗ മുറിച്ചു വീഴ്ത്തിയിടിനാൻ. ചണ്ഡിക ശൂലം പ്രയോഗിച്ചതേറ്റു ഭൂമണ്ഡലെ മോഹിച്ചു വീണിതു സുംഭനും. അപ്പോൾ നിസുംഭനും മോഹമകന്നുടനുൽപ്പന്ന രോഷേണ ചാപബാണങ്ങളും കൈക്കൊണ്ടടുത്തു ശരങ്ങൾ തൂകിയിടിനാൻ. ദിക്കുകളൊക്കെ നിറഞ്ഞു ശരങ്ങളാൽ. ദേവി തന്മേലും തഥാ കാളി തന്മേലുമേവം മൃഗാധിപന്മേലും ഒരുപോലെ. പിന്നെ 10,000 കരം നിർമ്മിച്ചു നിന്നിടിനാൻ ചക്രജാലം ധരിച്ചവൻ. ചക്രം 10,000 പ്രയോഗിച്ചു തൽക്ഷണം ഓടിനാൻ ദേവിയെ തന്നെയും. ചക്രങ്ങളെ ദേവി ബാണങ്ങളാലുടനൊക്കെ നുറുക്കിയിട്ടിടിനാൾ ഭൂതലേ. ഭൂയോ ഗദയുമെടുത്തടുത്താനവൻ മായാഭഗവതീ താനും അതുനേരം. തൻ ഗദ തന്നെയും വെട്ടിമുറിച്ചിതു ഖഡ്ഗേന ദേവി നിസുംഭനും തൽക്ഷണേ. ശൂലവും കൈക്കൊണ്ടടുത്താനതു കണ്ടു ശൂലേന വക്ഷസി കുത്തിനാളമ്പയും. ഭിന്നമായോരു ഹൃദയോദരാന്തരെ നിന്നു ജനിച്ചാനൊരു പുരുഷൻ തഥാ. നില്ലു നില്ലെന്നു പറഞ്ഞടുത്താനവൻ കല്യാണശീലയാം ദേവിയുമന്നേരം. ഖഡ്ഗേന വെട്ടിയറുത്താനവൻ തല വിഗ്രഹം തത്ര പതിച്ചിതു ഭൂതലേ.
വാഹനമാകിയ സിംഹമതു നേരം വാഹിനി തന്നെയും കൊന്നൊടുക്കിയിടിനാൻ. വൻപട കാളിയും തിന്നൊടുക്കിയിടിനാൾ സമ്പൂർണ്ണ ശക്ത്യാ ശിവദൂതിയും തഥാ. ബ്രഹ്മാണിയും മന്ത്രഭൂതജലം കൊണ്ട് ദുർമതീമത്തുകൾ തന്നെയൊടുക്കിനാൾ. കൗമാരിയും നിജശക്തിപാദം കൊണ്ട് ഭൗമോ തരുതരെ കൊന്നു വീഴ്ത്തിയിടിനാൾ. മാഹേശ്വരിയും തൃശൂലേന ദാനവവാഹിനി പാളിയെ കൊന്നൊടുക്കിയിടിനാൾ. വാരാഹിയും തുണ്ടഘാതേന ദൈത്യരെ പാരിൽ തെരുതെരെ കൊന്നു വീഴ്ത്തിയിടിനാൾ. തൽക്ഷണേ വൈഷ്ണവീദേവിയും ദുഷ്ടരെ ചക്രേണ ഖണ്ഡിച്ചൊടുക്കിനാൾ. ഘോരനരസിംഹിയും നഖരങ്ങളാൽ ഘോരാസുരന്മാരെ കൊന്നൊടുക്കിയിടിനാൾ. ഇന്ദ്രാണിയും നിജവജ്രേണ കൊന്നുകൊണ്ടിന്ദ്രാരികളെയൊടുക്കിനാളൊക്കവേ. കാളിയും വാഹനകേസരി വീരനും കേളി കലർന്ന ശിവദൂതിദാനുമായി ദാനവ സൈന്യമൊടുക്കിനാൾ. മിക്കതും ആനന്ദമോടു കേട്ടിടുവിനിന്നിയും. 9 അധ്യായം ഇവിടെ കഴിഞ്ഞിതു. സംപ്രീതിയോടു കേൾപ്പിൻ പറഞ്ഞിടുവൻ.